ഹലോ ഗൈസ്, വെൽക്കം ടു ദി ചാനൽ മൂവി മാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഹ്ലിയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു പ്രമോ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് 100 Days to Go എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോയേക്കാം. ബയോ. അപ്പോൾ പ്രമോ വീഡിയോ ഒക്കെ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രീതിക്കുള്ള ഒരു അപ്ഡേറ്റും ഇല്ലാണ്ടിരുന്നൊരു മൂവി ആയിരുന്നു കൂടി. അപ്പോഴാണ് ലോകേഷ് കനകരാജ് ഒരു 100 Days to Go എന്ന് പറഞ്ഞിട്ടൊരു പ്രമോ വീഡിയോ ഇറക്കി ഇന്നലെ. ആ ഒറ്റ വീഡിയോയോടുകൂടി പടത്തിൻ്റെ ഗ്രാഫേ മാറി ഭയങ്കര ഹൈപ്പായി പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ പടം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രെയിമുകൾ ഒരു നമ്മുടെ എല്ലാ മൂവീസ് ലോകേഷിൻ്റെ എല്ലാ മൂവീസിലുള്ള പോലെ തന്നെ ഒരു ഐക്കോണിക് ബാക്ക് ഷോട്ട് കൂടിയുള്ള കുറച്ച് ഫ്രെയിമുകളുണ്ട് അതിൻ്റെ അകത്ത്, കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കിന്ന് അത് ആരാണെന്നും അന്ന് ഡീകോഡ് ചെയ്ത് നമുക്കിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഫസ്റ്റ് ആളെന്ന് പറയാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൈക്കൊക്കെ പിടിച്ച് വരുന്ന ഒരു ക്യാരക്ടറാണ് വരുന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മലയാളത്തിലുള്ള സൗബിൻ സാഹിറാണ്. പിന്നെ ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു. കാരണം അവൻ വരുമ്പോൾ തന്നെ എല്ലാവരും മാറി നിൽക്കുന്നു, ഒരു ഭയമുള്ളൊരു രീതിയിൽ അവരോട് എന്തോ പറയാനുള്ള രീതിയിലാണ് വരുന്നത്. കാരണം മൈക്ക് സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു നമുക്കങ്ങനെ മനസ്സിലാക്കാം, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്രൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക്കായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യരാജ്, നമ്മുടെ തമിഴിലെ സത്യരാജാണ്. സത്യരാജ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. കാരണം ഒരു പോലീസ് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പോലീസിൻ്റെ ഒരു ക്യാരക്ടർ കൊടുത്തേക്കെന്ന് തോന്നുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു വില്ലൻ, ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഗാർജുനയാണ്. നാഗാർജുന അത്യാവശ്യം നല്ല ഹൈപ്പ് കൊടുത്താണ് പുള്ളി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വില്ലൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു ബാക്ക് ഷോട്ടൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രജനീകാന്ത്, പുള്ളിയുടെ ഒരു ഷോട്ട് ദേവ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഷോട്ട് വരുന്നുണ്ട്. ആ ഷോട്ടൊക്കെ എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ ഫ്രെയിം ഇങ്ങനെ നിന്നിട്ട് നോട്ടൊക്കെ വന്നിട്ട് സൈഡ് ചെയ്യുന്നൊരു ഫ്രെയിം വരുന്നുണ്ട്. അതൊരു ആ പോർട്ടിലുള്ള ഒരു ഭയങ്കര ഫ്രെയിമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. രജനീകാന്തിൻ്റെ മാത്രമല്ല ബാക്കി എല്ലാവരുടെ ഫ്രെയിമും. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തത്തിൽ ഡീകോഡ് ചെയ്യുമ്പോൾ തോന്നുന്നു ഒരു പോർട്ടിലുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഗോൾഡ് സ്മഗ്ലിങ്ങും കാര്യങ്ങളും ഡ്രഗ്സും ആ ഒരു ബേസിലാണെന്ന് തോന്നുന്നു കഥ പോകുന്നത്. ഇപ്പം നമ്മൾ വരുന്നത് ഇപ്പോൾ ഫ്രെയിംസ് ആണ് വരുന്നതും നമ്മുടെ സൗത്ത് ഇന്ത്യ ആണെങ്കിലും ഒക്കെ ഫ്രെയിംസ് വരുന്നത് ഒരു പോർട്ടിൻ്റെയാണ്. രജനീകാന്ത് നിൽക്കുന്നതാണെങ്കിലും ഒരു പോർട്ടിൻ്റെ ഒരു ഫ്രെയിമിലാണ് എല്ലാ ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മലയാളത്തിൽ സൗബിൻ സാഹിറിൻ്റെ അതൊരു ഇനിയിപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ കൊച്ചി സ്ലാങ്ങിൽ തമിഴ് കേൾക്കണോ എന്നൊരു ഡൗട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തിൽ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം ലാസ്റ്റത്തെ രജനീകാന്തിൻ്റെ ഒരു ഷോട്ട്. ആ ഷോട്ട് എന്ന് പറഞ്ഞാൽ മണിരത്നം റെഫറൻസ് ചെറുതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ദേവയുടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, സൂര്യ രജനീകാന്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ലാസ്റ്റ് ആ ഒരു ഫ്രെയിം വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അതേ ഒരു ഫ്രെയിമാണ് ഇതിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. 3 കോംബോ ഇതിനകത്ത് വരുന്നുണ്ട്. രജനീകാന്ത്, ലോകേഷ്, പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ്. ഇവരുടെ ഒരു 3 പേരുടെയും കോംബോ ആയിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പടം പൊളിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഹ്ലിയുടെ റിലീസ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 14 തീയതി തന്നെയാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എല്ലാവരും നമുക്ക് കാത്തിരിക്കാം സിനിമയാണ്. അന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ 100 Days to Go മൂവിയുടെ പ്രമോ വീഡിയോയുടെ റിവ്യൂ ഉണ്ടായിരുന്നുള്ളൂ, റിയാക്ഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവിയുടെ അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ